നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. ഒറ്റപ്പാലത്തെ ഹോട്ടൽ മേഖലയിൽ കടുത്ത പ്രതിസന്ധി, പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിൽ. ഒറ്റപ്പാലത്തെ ഹോട്ടൽ മേഖലയിൽ കടുത്ത പ്രതിസന്ധി, പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കോളം എത്തി നിൽക്കുന്ന സാഹചര്യമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. ദിവസങ്ങൾ കൂടുന്തോറും പ്രതിസന്ധികൾ വർദ്ധിക്കുകയാണെന്നും ഏജൻസികൾ ഫോൺ വിളിച്ചാലടക്കം എടുക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഹോട്ടൽ വ്യവസായം തകർച്ചയുടെ വക്കിലാണെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഇസ്മായിൽ, സെക്രട്ടറി സദാശിവൻ എന്നിവർ പറയുന്നു. 40% സിലിണ്ടർ വന്നിട്ട് 2% സിലിണ്ടർ പോലും ഹോട്ടലുകൾക്ക് വിതരണം ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസികൾ ഫോൺ അടിച്ചാൽ പോലും എടുക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങളുടെ സ്ഥാപനം ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളും പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം ചെയ്യുന്നതോറും ഓരോ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ ഹോട്ടലുകാരും പ്രതിസന്ധിയിൽ തന്നെ സ്റ്റവ് കത്തിച്ചും ഡീസൽ സ്റ്റവ് കത്തിച്ചും അടുപ്പ് കത്തിച്ചിട്ടും കൊണ്ടാണ് ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യവസായം ഇല്ലായ്മയായി പോകും, ഭയങ്കര പ്രതിസന്ധിയിലായി പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നുകൊണ്ട് പോയിരിക്കുന്നത്. കൃത്യമായ ഇടപെടലുകൾ നടത്തി പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ എടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി മറികടക്കുവാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥന്മാരും സർക്കാരും ഇതിൽ ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വാണിജ്യ സിലിണ്ടറുകൾ ഏജൻസിയിൽ നിന്നും എടുത്ത് സപ്ലയർമാർ അമിതവില ഈടാക്കി നൽകുന്നതും പല ഹോട്ടലുകളെയും സാരമായി ബാധിക്കുന്നുണ്ട്. 2500 മുതൽ 3500 രൂപ വരെ സിലിണ്ടറുകൾക്ക് നൽകേണ്ടി വരുന്നുണ്ട്. കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നും പ്രതിദിനം 25,000 മുതൽ 50,000 രൂപ വരെ നഷ്ടമുണ്ടാവുന്നുണ്ട് എന്നും ഇവർ പറയുന്നു. 2,500 രൂപ മുതൽ 3,500 രൂപ വരെ 19 കിലോ സിലിണ്ടറിന് ചാർജ് ചെയ്യുന്ന അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ അവസരം എങ്ങനെയാണ്, അത് ഗവൺമെൻറ് അനുമതിയോട് കൂടിയിട്ടാണോ ഇവർ ഈ കരിഞ്ചന്ത നടത്തുന്നത്? ഗവൺമെൻറ് അതിന് എന്തെങ്കിലും മാനദണ്ഡം കണ്ടിട്ടുണ്ടോ എന്ന് അവരുടെ ഒരു പരിശോധന നടത്തിയിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് കൂടി നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്.